ജാർഖണ്ഡ്, കർണാടക, കേരളം എന്നിവയുടെ സംസ്ഥാന മൃഗമാണ് ഇന്ത്യൻ ആന. ദക്ഷിണേന്ത്യയിൽ കർണാടക, കേരളം, തമിഴ്നാട്, മധ്യ ഇന്ത്യയിൽ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ അസം, അരുണാചൽ പ്രദേശ്, മേഘാലയ, വടക്കേ ഇന്ത്യയിൽ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഇവയെ കണ്ടുവരുന്നു. ഇതുകൂടാതെ നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മ്യാൻമർ, തായ്ലൻഡ് തുടങ്ങിയ ഏഷ്യൻ വൻകരയിലെ മറ്റ് രാജ്യങ്ങളിലും ഇവയെ കണ്ടുവരുന്നു. പണ്ട് ഭൂമിയിൽ 352 ഇനം ആനകൾ അല്ലെങ്കിൽ ആനയെ പോലുള്ള ജീവികൾ ഉണ്ടായിരുന്നത്രേ. എന്നാൽ ഇന്ന് 2 ഇനമേ അവശേഷിക്കുന്നുള്ളൂ, ആഫ്രിക്കനും ഏഷ്യനും. ഏഷ്യൻ ആനയേക്കാൾ വലിപ്പമുള്ളവയാണ് ആഫ്രിക്കൻ ആനകൾ. എന്നാൽ സൗന്ദര്യം കൂടുതലുള്ളത് ഏഷ്യൻ ആനകൾക്കാണ്. ഏഷ്യൻ ആനകൾ 3 വിഭാഗങ്ങളുണ്ട്: ഇന്ത്യൻ, ശ്രീലങ്കൻ, സുമാത്രൻ. ഇന്ത്യൻ ആനകൾ ഏഷ്യൻ ആനകളുടെ ഒരു ഉപവിഭാഗമാണ്. പുൽമേടുകൾ, വരണ്ട ഇലപൊഴിയും വനങ്ങൾ, ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങൾ, നിത്യഹരിത വനങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇവയുടെ ആവാസ വ്യവസ്ഥ. ആൺ ആനയെ കൊമ്പനെന്നും പെൺ ആനയെ പിടിയാന എന്നുമാണ് പറയുന്നത്. കൊമ്പൻ ആനയ്ക്ക് ഉയരം കൂടുതലാണ്. ആനയുടെ മുൻകാലിന്റെ ചുറ്റളവിന്റെ ഇരട്ടിയായിരിക്കും ഉയരം. കൊമ്പ് ആണിന് മാത്രം. പിടിയാനകൾക്ക് കൊമ്പുണ്ടാവാറില്ല. കണ്ണുകൾ ചെറുതാണ്. വിരലുകളില്ലാത്ത നഖങ്ങളുള്ള ഏക മൃഗവും ആനയാണ്. ഗജവീരന്റെ തുമ്പിക്കൈയാണ് സ്പർശനേന്ദ്രിയമായി പ്രവർത്തിക്കുന്നത്. ഇവയുടെ തുമ്പിക്കൈയിൽ വളയം കുറവാണ്. പുറത്തേക്ക് വളഞ്ഞതോ നേരെയോ ആയ മുതുകാണ് ഇവയുടേത്. ചെവി ആഫ്രിക്കനേക്കാൾ ചെറുതാണ്. ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാനാണ് ആനകൾ ചെവിയാട്ടുന്നത്. മികച്ച കേൾവിയും മണത്തറിയുവാനുള്ള കഴിവും ഇക്കൂട്ടർക്കുണ്ട്. കൊമ്പൻ ആനകൾക്ക് കൊമ്പുകൾ പ്രധാന ആകർഷണമാണെങ്കിലും ശാപവും അതുതന്നെയാണ്. കൊമ്പെടുക്കാനായി മനുഷ്യൻ ഇവയെ കൊന്നൊടുക്കുന്നു. അവിശ്വസനീയമായ ഓർമ്മശക്തിയുണ്ട് ആനകൾക്ക്. വർഷങ്ങൾക്ക് ശേഷം വ്യക്തികളെ തിരിച്ചറിയാൻ ഇവർക്ക് കഴിയും. സസ്യഫുക്കുകളാണിവ. ഒരു ദിവസം 19 മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നു. പുല്ലുകൾ, ഇലകൾ, മരത്തിന്റെ പുറം തൊലി, സീസൺ പഴങ്ങൾ, വാഴപ്പഴം, കരിമ്പ്, അരി എന്നിവയാണ് ഇവയുടെ ആഹാരം. പ്രതിദിനം 150 കിലോഗ്രാം വരെ സസ്യങ്ങൾ കഴിക്കുന്നു. ദിവസവും 200 മുതൽ 255 ലിറ്റർ വരെ വെള്ളം കുടിക്കും. ഋതുക്കൾ മാറുന്നതിനനുസരിച്ച് പ്രധാനമായും ഭക്ഷണവും വെള്ളവും തേടി ഇന്ത്യൻ ആനകൾ ദീർഘദൂരം സഞ്ചരിക്കുന്നു. ഇന്ത്യൻ ആനകൾക്ക് ഇടതൂർന്ന വനങ്ങളും പുൽമേടുകളും നദീ തടാകങ്ങളുമാണ് ഇഷ്ടം. കരയിലെ ഏതൊരു മൃഗത്തെ അപേക്ഷിച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഗർഭധാരണം ആനകൾക്കാണ്. ഒരു ആനക്കുട്ടി ജനിക്കുമ്പോൾ 100 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. മുഴുവൻ ആനക്കൂട്ടവും അതിനെ പരിപാലിക്കും. ആനക്കുഞ്ഞുങ്ങൾ തുമ്പിക്കൈ കൊണ്ടല്ല, വായ് കൊണ്ടാണ് മുല കുടിക്കുന്നത്. വനത്തിലൂടെ വേഗത്തിൽ ഓടാനും നന്നായി നീന്താനും ഇവയ്ക്കാകും. ഇവയുടെ ശരാശരി ആയുസ് 70 വർഷമാണ്.